പാർവതീപതയേ ഹര ഹര മഹാദേവ. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. നമുക്കൊന്ന് ഓംകാരമന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. നിവർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നട്ടിലിരിക്കുക, പുറകോട്ട് ചാരിയിരിക്കാതെ നിവർന്നിരിക്കണം. കണ്ണടച്ച് ഒരുമിച്ച് ചൊല്ലണം. ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓ
ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൈത്തിരുമ്മി കണ്ണ് തുടച്ച് കൈകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മാനന്തവാടി വടേരി മഹാദേവൻ്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് സനാതന ധർമ്മവേദിയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ഇന്ന് ഈ വേദിയെ ധന്യമാക്കുന്ന വടേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മത്സൻജി, അതുപോലെ സനാതന ധർമ്മ വേദിയുടെ സംഘാടകരായ ശ്രീ അനിൽജി, ശ്രീ ഗോപിജി, ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭാരവാഹികൾ, ട്രസ്റ്റികൾ, ഈ നാടിൻ്റെ സുഹൃതികളായ അനുഗ്രഹീതരായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കോടി 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 പ്രണാമം. നമ്മൾ കേട്ടിട്ടുണ്ട്, ചുമരുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. നാടൻ വാക്കുകളാണത്. പറയുന്നത് ആരോഗ്യമുള്ളൊരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സുമുണ്ടെങ്കിലേ മരണം വരെ ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമ്മൾ ഭൗതികമായി വളരെ വികസിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോണുകളുണ്ട്. ആശുപത്രികളിൽ പോയാൽ സ്കാനിങ് മെഷീനുകളുണ്ട്. അതുപോലെ തന്നെ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിംഗ് ലാബുകളുണ്ട്. ഇന്ന് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാക്കി തീർക്കുന്ന ഫോൺ സൗകര്യം, അതും നമുക്ക് വീഡിയോ കോൾസൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പലതുകൊണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിന്ന് വാഹന സൗകര്യങ്ങൾ, ആശുപത്രി സൗകര്യങ്ങൾ, സ്കൂൾ സൗകര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. പക്ഷെ വേറൊരു വശത്ത് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഇതൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും ആരോഗ്യപരമായി മനുഷ്യൻ ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുകയാണോ, ആരോഗ്യം ദിനം പ്രതി കുറയുകയാണോ? ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കോവിഡ് കാലം നമ്മൾ അനുഭവിച്ചത്. പുറത്തിറങ്ങാത്ത വിധത്തിൽ, ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ വീടിനകത്ത് ബന്ധിപ്പിക്കാൻ ഒരു വൈറസിന് പറ്റി എന്നുള്ളതാണ്. ആ വൈറസിനെ നേരിടാൻ നമുക്ക് വാക്സിനേഷൻ എടുക്കേണ്ടി വന്നു. അതും 2 ഡോസ് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതും തെളിവാണ് മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി, ബാക്കി നിങ്ങൾ പറയണം, കുറഞ്ഞു വരികയാണ്. പല പല രോഗങ്ങൾ കൂടി വരുന്നു. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം പത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ആരോഗ്യമന്ത്രി തന്നെ പറയുന്നത് കുട്ടികൾക്കുള്ള ആരോഗ്യ ഗൈഡൻസാണ്. സ്കൂൾ തുറക്കുമ്പോൾ ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല അവർ ആരോഗ്യമന്ത്രി ഗൈഡൻസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ ആരോഗ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയല്ല, ആരോഗ്യമന്ത്രി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സൗണ്ട് കൂട്ടും, കുറച്ചുകൂടി സൗണ്ട് കൂട്ടും. ആരോഗ്യമന്ത്രി നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ എന്താ വെച്ചാൽ, ചുടുവെള്ളമേ കുടിക്കാവൂ, അതുപോലെ പുറത്തുനിന്ന് കഴിക്കരുത്, വൃത്തി വേണം, കൈ കഴുകണം തുടങ്ങിയ ഇൻസ്ട്രക്ഷനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം പഴയ പ്രതിരോധം ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ഇല്ല എന്നതിൻ്റെ തെളിവ് കാണിക്കുകയാണ്. വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ അത് നേരെയായിരുന്നു. അതൊക്കെ കൂടെ കൊളയാക്കല്ലേ നിങ്ങൾ പ്ലീസ്. അത് നല്ല രീതിയിൽ പോയതായിരുന്നു. അത് കൂടുതലാക്കണ്ട, കുറയ്ക്കണ്ട, കൂടുതലാക്കണ്ട, കുറച്ചുകൂടി കുറയ്ക്കും ഹൗളിങ്. അപ്പോൾ വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ മാനസിക പിരിമുറുക്കവും ദിനം പ്രതി കൂടിക്കൊണ്ടുവരികയാണ്. ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യ മനസ്സിൽ അസ്വസ്ഥതയും സംഘർഷങ്ങളും കൂടുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ന് കുട്ടികളുള്ള അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ധൈര്യമായിട്ട് നമുക്കിന്ന് സ്കൂളിലോ കോളേജിലോ പറഞ്ഞയക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ലഹരിയുടെയും മദ്യത്തിൻ്റെയും റാഗിങ്ങും. നിങ്ങൾക്ക് ദൂരെയല്ലല്ലോ, വയനാട്ടിൽ ഒരു കുട്ടിയെ 19 പേർ ചേർന്ന് വളരെ ക്രൂരമായി റാഗ് ചെയ്ത് കൊന്നത്, അല്ലേ? ഇത്തരം ക്രൂരതകൾ കൂടി വരികയാണ്. മദ്യത്തിന് ഇന്ന് ആർക്കും എവിടെയും കിട്ടാമെന്നുള്ള അവസ്ഥയെ ആണോ? അതുപോലെ തന്നെയാണ് ലഹരിയും. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ ഇന്ന് പല ട്രാപ്പുകളിലും പെട്ടുപോയി കുരുങ്ങുന്ന കാഴ്ച. പത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ ലജ്ജാകരമാണ്. ആത്മഹത്യകൾ ദിനം പ്രതി കൂടുന്നു. ഇന്നും പത്രമെടുത്ത് നോക്കിയാൽ കാണുന്നത് കണ്ണൂരിലുള്ള 2 പേര്, ഭാര്യയും ഭർത്താവും, ദുബായിൽ വെച്ച് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ശ്രമിച്ചതും ഒരാൾ മരിച്ചതൊക്കെയുള്ള ചിത്രങ്ങളാണ്. അപ്പം നമ്മുടെ ഹിന്ദു സമൂഹത്തിനെ
ഇന്ന് വളരെയധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ആരോഗ്യം എല്ലാവർക്കും പ്രശ്നമുണ്ട്, അത് ഹിന്ദുവിന് മാത്രമല്ല. പക്ഷെ മാനസികമായ പ്രശ്നം മറ്റു സമുദായത്തെക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ന് ഹിന്ദു സമൂഹമാണ്. കാരണം ഇതെടുത്തു പറയേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റു സമുദായത്തിൽ എവിടെയോ ഒരു മാനസികമായ സപ്പോർട്ട് അവർക്ക് ഉള്ളത് നമ്മൾ കാണുന്നു. അങ്ങ് സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തനെ രക്ഷപ്പെടുത്താൻ 21 കോടി രൂപ പിരിച്ചെടുക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമുദായത്തിലുള്ളൊരു ഐക്യവും ഒത്തൊരുമയും മാനസികമായ പൊരുത്തവും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾക്കിവിടെ പരിചയമുണ്ടാവും. ഒരാൾക്ക് പ്രശ്നം വന്നാൽ പള്ളിയിലച്ചന്മാർ ഇടപഴകുന്നതും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുന്നതും ഇല്ലേ. പലപ്പോഴും നമ്മളെ ഹിന്ദുക്കളെ മറ്റു മതങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് കാരണം അവരുടെയുള്ള ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലാണ്. ശരി, ഒരു പരിധിവരെ ആണോ അല്ലയോ, കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളാണ്. നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ പലപ്പോഴും ജാതീയത കൊണ്ട് വേർതിരിഞ്ഞും അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ ഒരു നാഥനില്ലാത്ത, ഗൈഡ് ചെയ്യാനാളില്ലാത്ത ഒരു സമുദായമായി നമ്മളെന്നും നിലനിൽക്കുന്നു, ആണോ? അതുകൊണ്ട് നമുക്ക് ആശങ്കകളാണ്. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. ആരോടും ഒരു സങ്കടം പറയാനില്ലാതെ എല്ലാം മനസ്സിൽ അമർത്തി വെച്ച് എല്ലാം അവസാനം അസ്വസ്ഥത ഉണ്ടാക്കി നമ്മൾ കടന്നു പോകുന്നു. ഇതിനൊരു മാറ്റം വരണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്തായാലും മരിക്കണം. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാന്നൊരു വാക്കുണ്ട്. എന്തായാലും ജനിച്ചു, ഇനി മരിക്കണം. ഇന്ന് നോക്കും, മരണം പോലും ദുരന്തമാണ് അല്ലേ. മര്യാദയ്ക്ക് വീട്ടിൽ വെച്ച് മരിക്കുന്നവർ കുറവാണ്. എല്ലാം വെന്റിലേറ്ററിൽ കടന്നും എല്ലാ ദ്വാരത്തിലും ഓരോ പൈപ്പിട്ടിട്ട് പ്ലംബിംഗ് വർക്ക് നടന്ന പോലെ ചത്തുപോണത്. നിങ്ങൾ നോക്കൂ, അങ്ങോട്ട് ഇറക്കുന്നതും പൈപ്പിലൂടെ, പുറത്തേക്ക് കളയുന്നതും എല്ലാം ട്യൂബിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആണോ അല്ലയോ? പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? പ്രായമായി അത് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു, ആണോ? ഇന്നിപ്പോൾ ആരോഗ്യത്തോടെ അല്ല ജീവിക്കുന്നത്, മനസ്സമാധാനത്തോടെയല്ല ജീവിക്കുന്നത്, ആരോഗ്യവും മനസ്സും ഇല്ലാതെയാണ് മരിക്കുന്നത്, ആണോ? അങ്ങനെ ഒരു അവസ്ഥയല്ലേ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്? പറയൂ നിങ്ങൾ, ഇതിനൊരു മാറ്റം വരണോ? വരണം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേത്ര സംസ്കാരം എന്ന് പറയുന്നത് അത് വളരെ ശാസ്ത്രീയത ഉൾക്കൊണ്ടതാണ്. നിങ്ങൾ നോക്കൂ, വാസ്തവത്തിൽ നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മാത്രമാണ് ഗ്രന്ഥങ്ങളുമായി പരിചയമില്ലാത്ത ഒരു മതമായി നമ്മൾ മാറിയത്. ഇപ്പം ഇസ്ലാം മതം നിങ്ങൾ കാണുന്നുണ്ട്, കൊച്ചു കൊച്ചു കുട്ടികളെ രാവിലെ തന്നെ മദ്രസയിൽ പറഞ്ഞേച്ചൊരു ഖുറാനാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ ക്രിസ്ത്യൻ അവരുടെ പള്ളികളിൽ നോക്കിക്കഴിഞ്ഞാൽ, സൺഡേ ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ ബൈബിളുമായിട്ടാണ് പോകുന്നത്, ആണോ? ഒരു കിതാബും ഇല്ലാതെ പോകേണ്ട ഒരു കേന്ദ്രമാണ് അമ്പലം എന്ന് പറയുന്നത്. ഒരു വിവരവും ഇല്ലാതെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നത്, ആണോ അല്ലയോ? ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഗ്രന്ഥപരിചയം ഇല്ലാതെ. നിങ്ങൾ സിഖ് മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഗുരുദ്വാരകൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വലിയ ഗുരുഗ്രന്ഥ സാഹിബാണ് അവർ വെച്ചിട്ടുണ്ടാവുക. ബുദ്ധമതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ധർമ്മ ഗ്രന്ഥങ്ങളാണ് അവർ പഠിക്കുന്നത്, ആണോ? നിങ്ങൾ കുടകിലൊക്കെ പോയി നോക്കിയാൽ വലിയ ബുദ്ധവിഹാരങ്ങളുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ അറിയില്ല. അവരൊക്കെ അങ്ങനെ ബുദ്ധഗ്രന്ഥങ്ങളെടുത്ത് വായിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു ഗ്രന്ഥവുമില്ലാത്ത ഒരു വർഗം ഹിന്ദുക്കളാണ്. എന്നാൽ എത്രയോ ഗ്രന്ഥങ്ങളുണ്ടെന്നും ഇതിൻ്റെ അകത്ത് വലിയ അറിവാണ് ഉള്ളതെന്നും നമ്മളാരും അറിയുന്നില്ല. ഭാഗ്യവശാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കർക്കിടക മാസത്തിൽ ഇപ്പോൾ ഒരു രാമായണമുണ്ട്. പക്ഷെ അതും ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്. ആളുകൾ എപ്പോഴും വരിക ഉച്ചയ്ക്ക് 12:30ക്കാണ് വരിക. കാരണം ഉച്ചയ്ക്ക് 12:30 വന്നാൽ ഊണും കഴിഞ്ഞ് പോവാം എന്നുള്ളൊരു ഒരു ഇതിലാണ് പോവുക. ഇതുപോലെയാണ് നമ്മുടെ രാമായണത്തിൻ്റെ അവസ്ഥയും. കുറച്ച് പ്രായമുള്ളവർ അതിരുന്ന് ചൊല്ലും, അത് ബാക്കിയുള്ളവർ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കേട്ടാൽ പോലും അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ഇപ്പം ഈ തരത്തിൽ എന്തോ ഒരു അർത്ഥമില്ലാത്ത ആചരണങ്ങളായി ഹിന്ദുമതം മാറുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നും. ഇതിലൊരു മാറ്റം വരണ്ടേ? വേണോ വേണ്ടയോ? ഇതൊക്കെ എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ നോക്കൂ, ഇവിടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 10-75 കൊല്ലം കഴിഞ്ഞല്ലോ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. എന്താണ് ഹിന്ദുമതം മാത്രം ഗ്രന്ഥങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയത്? എന്നാൽ നമുക്കറിയോ, ഹിന്ദുമതത്തിൽ അടിസ്ഥാനമായി എത്ര ഗ്രന്ഥ ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഹിന്ദുക്കളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? പറയൂ, അവർക്ക് പറയൂ.
വേദങ്ങളാണ്. വേദം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? നിങ്ങൾക്ക് അറിയോ വല്ലതും? വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. എന്തറിവ്? എന്തിനെക്കുറിച്ചുള്ള അറിവ് എന്നൊക്കെ ചോദിച്ചാൽ മുഴുവൻ ഉത്തരവുണ്ടോ? കുറേ വ്യക്തത കുറവില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പം വേദം എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, പൂർവികരായ ഋഷിവര്യന്മാർ കണ്ടെത്തിയ അറിവാണ് വേദമായി മാറി. അപ്പം അവരെന്താ കണ്ടെത്തിയത്? മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന മഹത്വം മനസ്സിലാക്കിയ ആ അറിവാണ് ഈ ഗ്രന്ഥത്തിലൂടെ. അല്ലാതെ അവർ മറ്റു കാര്യങ്ങളല്ല പറഞ്ഞത്. മനുഷ്യനെക്കുറിച്ചുള്ള അറിവ് അറിയണമെങ്കിൽ ഏതിൽ നോക്കണം? വേദത്തിൽ നോക്കണം. നോക്കൂ, ഇന്നും ആധുനിക സയൻസ് പോലും പൂർണ്ണമല്ല. അപ്പം നമ്മൾ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണ്ടല്ലോ, നമുക്ക് മനസ്സിലാവണം, കുട്ടികൾ പഠിക്കുന്നതൊന്നും പൂർണ്ണമായൊരറിവല്ല. നമുക്കിപ്പോഴും അതിൻ്റെ ഒരു മഹത്വം മനസ്സിലായില്ല. നമുക്ക് പറ്റിയ എന്താ വെച്ചാൽ സാമ്പത്തികമായി പിന്നോക്കം നിന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കുട്ടികളൊക്കെ പഠിച്ചാൽ നേരെയാവും എന്നുള്ളത്. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുത്തു. ഉണ്ടോ? പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് കേവലം വിദ്യാഭ്യാസം മാത്രമുള്ളത് കൊണ്ട് കാര്യമില്ല. അതിപ്പോൾ വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. വിദ്യാഭ്യാസമുള്ളവർക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒട്ടും പറ്റാത്തത്, പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത്. ആണോ? വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത് ഇത്ര ഡൈവേഴ്സ് ഉണ്ടായിരുന്നോ? ഇന്നിപ്പോൾ തമ്മിൽ തെറ്റി പിരിഞ്ഞു പോകുന്നൊക്കെ വിദ്യാഭ്യാസം കൂടിയപ്പോഴുള്ള ഒരു അഹങ്കാരം കൂടിയതാണ്. ആണോ? അപ്പം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം നല്ല മനുഷ്യനാവണമെന്നില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പം നോക്കൂ നിങ്ങൾ, കേരളം അതിൻ്റെ പക്കാ തെളിവല്ലേ? ഇത്രയും വിദ്യാഭ്യാസമുള്ള നാട്ടിൽ, ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഈ നാട്ടിലാണ്. പണ്ടൊക്കെ ബീഹാറിലും ബംഗാളിലും ഒക്കെ കേട്ടിരുന്നത്. ആണോ? ഒരു ദിവസമെങ്കിലും ആത്മഹത്യ ഇല്ലാത്ത ദിവസങ്ങളുണ്ടോ നമ്മുടെ നാട്ടിൽ? നിങ്ങൾ നോക്കൂ, ഗുണ്ടായിസമല്ലേ പലയിടത്തും നടക്കുന്നത്? ആണോ? സ്ത്രീകളെ ഒറ്റപ്പെട്ട ആക്രമിക്കുന്നതൊക്കെ ഇവിടെ കാണുന്നില്ലേ? ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ദിവസവും നിങ്ങൾ വായിക്കാറില്ലേ, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ എന്താണ് മൂലധനമായിട്ടാണ് വരുന്നത് എന്നുള്ളത്? എല്ലാം എക്സ്റേയിൽ പിടിക്കുന്നതല്ലേ? മനുഷ്യന് ശരീരത്തിൽ ഓരോ അവയവങ്ങൾ തന്നത് ഓരോന്ന് കളയാനാണ്. അവിടെയൊക്കെ വെച്ചിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്? അത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ കൂടുതലാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? കുറവാണോ കൂടുതലാണോ? അപ്പോൾ വിദ്യാഭ്യാസം കൂടിയിട്ട് ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. വിദ്യാഭ്യാസം കൂടിയതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇപ്പം നമ്മുടെ IPS ഒരു പഴയ ഒരു ആളുണ്ടായിരുന്നു, അതേപ്പോഴും അകത്താ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ ചീഫ് സെക്രട്ടറി ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല, ജാമ്യം കൊടുത്തിട്ടില്ല. സുപ്രീം കോടതി വരെ പോയി, ജാമ്യം കൊടുത്തില്ല സുപ്രീം കോടതി. കയ്യിലിരിപ്പുള്ളതുകൊണ്ടാണ്. IAS ഒക്കെ കിട്ടിയ ആളാണ്, പക്ഷേ എന്തുണ്ടായില്ല, കയ്യിലിരിപ്പത്ര ശരിയായില്ല. അപ്പം നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ? പറയൂ നിങ്ങൾ. അപ്പം എവിടെയോ നമുക്കൊരു തെറ്റുപറ്റിയെന്നാൽ കേവലം വിദ്യാഭ്യാസം മാത്രം പ്രാധാന്യം കൊടുത്തു. എന്നാൽ മറ്റു മതങ്ങൾ അവരുടെ മതസംസ്കാരം വിട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ചെയ്തില്ല. ഉണ്ടോ? മദ്രസയിൽ പോയിട്ട് അവർ സ്കൂളിലും കോളേജിലും പോയിട്ടുള്ളൂ. ആണോ? ക്രിസ്ത്യാനികളും അവരുടെ പള്ളി സംസ്കാരങ്ങൾ കൊണ്ടു നടന്നു. ഉണ്ടോ? ഹിന്ദുക്കൾക്ക് സത്യം പറഞ്ഞാൽ ഒരു അറിവില്ലാത്ത ആചരണങ്ങളായി മാറി. അപ്പോൾ നമ്മളെന്ന് പറയുന്നത്, നമ്മുടെ സംസ്കൃതി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം, അഥർവവേദം. ഈ വേദങ്ങളിലെല്ലാം കൂടി 108 ഉപനിഷത്തുക്കളുണ്ട്. എത്ര ഉപനിഷത്ത്? 108 ഉപനിഷത്ത്. അതിനുശേഷം നമുക്ക് 2 ഇതിഹാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലക്ഷോപലക്ഷം ശ്ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാഭാരതവും അതിനു മുമ്പ് രചിക്കപ്പെട്ട 24,000 ശ്ലോകങ്ങളുള്ള രാമായണം. അതിനെ ഇതിഹാസങ്ങൾ എന്ന് പറയും. എന്താണ്? ചരിത്രത്തിലൂന്നിക്കൊണ്ടുള്ള ആത്മീയ ബോധവൽക്കരണത്തെയാണ്, ധർമ്മത്തിൻ്റെ ബോധവൽക്കരണത്തെയാണ് എന്ത് പറയുക? ഇതിഹാസം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് പുരാണങ്ങൾ കിട്ടിയിട്ടുണ്ട്, 18 പുരാണങ്ങൾ. അതിൽ 18ാമത്തെ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. എത്ര പുരാണം? 18. ഭാഗവത പുരാണത്തിൽ തന്നെ 18,000 ശ്ലോകങ്ങളാണ്. ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഭാഗവതമാണ്. മനസ്സിലായില്ലേ? മഹാഭാരതത്തിലാണ് പ്രസിദ്ധമായ ഭഗവത്ഗീത വരുന്നത്. ആണോ? ഇത്ര അധികം ഗ്രന്ഥസമ്പത്ത്. ഇനി അതിനുശേഷം നോക്കിക്കഴിഞ്ഞാലോ, മഹാന്മാരായ ആളുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ. ശങ്കരാചാര്യസ്വാമികൾ തന്നെ എല്ലാം കൂടി ഒരു 10-100ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിനെ പ്രകരണ ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയും. എന്താണ്? നാരായണ ഗുരുദേവൻ എഴുതി വെച്ചിട്ടുണ്ട് 10-30ഓളം കൃതികൾ. അതിനൊക്കെ പ്രകരണ ഗ്രന്ഥങ്ങൾ. ഇങ്ങനെ അനവധി ഋഷിവര്യന്മാർ
മഹാന്മാരാൽ സമ്പന്നമാക്കപ്പെട്ട ഒരു സംസ്കാരമാണ് ഏത് സംസ്കാരം? ഭാരത ഹിന്ദു സംസ്കാരം. പക്ഷേ ഇതിലേതെങ്കിലും ഒരു സാധനം മര്യാദയ്ക്ക് അറിയുമെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വല്ലതും നമുക്കറിയോ? അറിയില്ല. ആരും പഠിച്ചിട്ടുമില്ല, ആരും നമുക്കിതൊന്നും പറഞ്ഞു തരുന്നുമില്ല. അപ്പം ഇവിടെയാണ് നമുക്ക് അടുത്ത തലമുറയെ മനസ്സിലാക്കി കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ. നോക്കൂ, ലോകത്തിൽ ഹിന്ദുമതം പോലൊരു മതം ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവാൻ പോകുന്നുമില്ല. നമുക്ക് നമ്മുടെ മതത്തിൻ്റെ മഹത്വം അറിയില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചില കാര്യങ്ങളിൽ ഒന്ന് ഗൗരവമായി ഉണരേണ്ടതുണ്ട്. നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾക്കൊക്കെ കുട്ടികളില്ലേ? ഉണ്ടോ ഇല്ലയോ? ഈ കുട്ടികളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അമ്മമാർ എത്ര പേരുണ്ട്? സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർ, പേരക്കുട്ടികൾ സ്കൂളിൽ പോകുന്നുള്ളവർ എത്ര പേരുണ്ട്? അപ്പോൾ നോക്കൂ, ഭൂരിപക്ഷമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് അറിയാൻ പറ്റാത്ത പലതും നമ്മുടെ കൃതികളിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇന്നത് വളരെ ശാസ്ത്രീയമായി സത്യവുമാണ്. നോക്കൂ, 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അർജുനനോട് പറയുകയാണ്, അർജുന, ഈ ലോകത്തിൽ നീ പലതും കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു നിനക്ക്. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കും 7 അത്ഭുതങ്ങൾ ലോകത്തിലുണ്ടെന്ന്. എത്ര അത്ഭുതം? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് അറിയോ? സ്കൂളിൽ പഠിക്കുമ്പോൾ 7 അത്ഭുതങ്ങൾ, മഹാത്ഭുതങ്ങൾ, വണ്ടർ ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയും. എന്താണത്? ഏതെങ്കിലും ഒന്ന് പറയും. താജ്മഹലാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക, അല്ലേ? അതുപോലും നമ്മളെ മര്യാദയ്ക്കുള്ള ചരിത്രം പഠിപ്പിച്ചിട്ടില്ല. ഈ താജ്മഹൽ തന്നെ നമ്മൾ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കി നോക്കിയല്ലേ പഠിപ്പിച്ചത്. എന്നെങ്കിലും നമ്മൾ ടീച്ചറോട് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ താജ്മഹലിൻ്റെ ഡിസൈൻ എവിടെ നിന്നാണ് ഷാജഹാന് കിട്ടിയതെന്ന് ചോദിക്കുക. ടീച്ചർക്ക് അറിയില്ലേ അതിനെക്കുറിച്ച്? ഷാജഹാൻ ഇത് കോപ്പി അടിച്ചതാണ്. ഈ താജ്മഹലിൻ്റെ രൂപമുണ്ടല്ലോ, ഷാജഹാന് മുമ്പ് 100 വർഷം മുമ്പ് ഉദയ്പൂരിലെ രാജാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആര്? ഉദയ്പൂരിലെ രാജാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷാജഹാൻ അത് കോപ്പി അടിച്ചിട്ട് മാർബിൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ്? ഷാജഹാനാണ്. നോക്കൂ, നിങ്ങൾ നമ്മുടെ ഹിന്ദു സംസ്കൃതിയെ മനസ്സിലാക്കി തരാത്ത ചരിത്രം ഇവിടെ പഠിപ്പിച്ചു ഉണ്ടോ? നിൽക്കട്ടെ. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന, കുട്ടികളൊക്കെ വളർന്നു വരുമ്പം എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്നത് മറ്റുള്ളവരിലേക്കാണ്. സൗന്ദര്യത്തെ കാണുമ്പോൾ എനിക്കതില്ല എന്നുള്ള തോന്നൽ, സമ്പത്തുള്ളവരെ കാണുമ്പോൾ എനിക്കതില്ല എന്നുള്ള തോന്നൽ. ആണോ അല്ലയോ? ഈ കോംപ്ലക്സുകളിലാണ് കുട്ടികൾ വളരുന്നത്. പക്ഷേ കൃഷ്ണൻ പറയുന്നു, ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന സത്യം, അത് നിങ്ങൾ കുട്ടികളുടെ തലയിൽ ഉറപ്പിക്കണം. ഒരു കുട്ടിയും ഇനി ആത്മഹത്യ ചെയ്യരുത്, ഒരു കുട്ടിയുടെ ജീവിതം തളരരുത്, നമ്മളും തളരരുത്. അതിനെ നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു സമയം നമ്മൾ ചെലവഴിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരുടെ വർത്തമാനം പറഞ്ഞ്, അല്ലേ? നിങ്ങൾ ദിവസം മറ്റുള്ളവരോട് സംസാരിക്കില്ലേ? ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാനാണ് കുറേ സമയം ചെലവഴിക്കുന്നത്. ആണോ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടം കേൾക്കുക. ആണോ? എന്തോന്നും മിണ്ടാത്തത്. പിന്നെ എന്തൊക്കെയാ ദിവസവും സാമ്പാർ വെച്ചോ, അവിയൽ വെച്ചോ, തോരൻ വെച്ചോ, ഈ കഴിച്ച സാധനങ്ങളും ഉടുത്ത സാധനങ്ങളും, അതല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്. കുട്ടികൾക്ക് എന്താ അച്ഛനും അമ്മയും ഇഷ്ടമില്ലാത്തത്? കാരണം അച്ഛനും അമ്മയും എടുത്താൽ ചോദിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അവർക്കാണ് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് എന്ത്? പഠനത്തെക്കുറിച്ചുള്ള വാക്കുകൾ. ആണോ? അവരെപ്പോഴും ടോപ്പിക്ക് മാറ്റിയിട്ടുണ്ടാവും. ആണോ അല്ലയോ? ഇന്നേ വരെ നിങ്ങൾ മക്കളോട് കളിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും എത്ര വളർത്തിയാലും നാളെ കോളേജിലെത്തുമ്പോൾ ഈ കുട്ടി പ്രേമത്തിലൊക്കെ വീഴുന്നത്. കാരണം ഇവിടെ അച്ഛനും അമ്മയും കുട്ടിയെ വിളിക്കുന്നതൊക്കെ ചീത്ത വാക്കുകളാണ്. ഉത്തരവാദിത്തമില്ലാത്തവൻ, തീരെ ഒരു ബോധമില്ലാതെ, എൻ്റെ പണം ചെലവാക്കാനായിട്ട് ജീവിക്കുന്നവൻ എന്നൊക്കെയുള്ള ചീത്ത വാക്കുകൾ. നിങ്ങൾ നോക്കൂ, പെൺകുട്ടികളെങ്ങാനും സ്കൂളിലോ കോളേജിലോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, ഹൈസ്കൂളിൽ എത്തുമ്പോഴാണ് ചക്കരെ മുത്തേ കണ്ണേ എന്നൊക്കെ വല്ലവരും വിളിക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാവുന്ന എന്താണ്? അച്ഛനേക്കാളും സ്നേഹാവനാണെന്നാണ്, അമ്മയെക്കാളും സ്നേഹം. അങ്ങനെ തോന്നാറില്ലേ കുട്ടികൾക്ക്? അങ്ങനെയല്ലേ പ്രേമത്തിൽ വീഴുന്ന? കുറച്ച് വെള്ളം തരും. പ്രേമത്തിലൊക്കെ വീഴുന്നത് ആണോ? പറയൂ നിങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? മക്കളിങ്ങനെ പെട്ടെന്ന് പ്രേമത്തിലൊക്കെ വീണ് ജീവിതം താളം തെറ്റിക്കുന്നത്? അല്ല. അപ്പം ഇതിനൊക്കെ എന്താ ഒരു പോം വഴി? ഇവിടെയാണ് ഭഗവത്ഗീതയിൽ ഞാൻ പറയുന്ന ശ്ലോകങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. 2-ാം അധ്യായം 29-ാം ശ്ലോകം. ഏതാണ്? ഉറക്കെ പറയൂ. നിങ്ങളുടെ കയ്യിലൊക്കെ ഭഗവത്ഗീതയൊക്കെ ഉണ്ടോ? നിങ്ങൾ വായിക്കാറുണ്ടോ അതൊക്കെ? എനിക്ക് വലിയൊരു അപേക്ഷയുള്ളത്, നിങ്ങളൊക്കെ
ഈ വരുന്ന ജൂലൈയിൽ നമുക്ക് വ്യാസപൂർണിമ വരും. ഏതാണ്? വ്യാസപൂർണിമ. ആ ദിവസം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ചൊല്ലണം ഗീതയിലെ ഒരു അധ്യായം, 2-ാം അധ്യായം. ഏതാണ് അത്? നമ്മൾ പഠിപ്പിച്ചെടുക്കണം കുട്ടികളെ എങ്ങനെങ്കിലും. ദിവസവും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഗീതയിൽ 2-ാം അധ്യായത്തിലെ 55-ാം ശ്ലോകം മുതൽ 18 ശ്ലോകം ചൊല്ലുക. ഒന്ന് ശീലമാക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് വേണ്ടയോ? ഇത് നമ്മൾ പ്രചരിപ്പിച്ചാൽ തന്നെ ഒരു കുട്ടിയും ഇനി ആത്മഹത്യയില്ല, നിങ്ങൾ തളരുകയുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും ക്രമേണ. മഹാന്മാരായിട്ടുള്ള ആളുകൾ, ഗാന്ധിജിയൊക്കെ ഡെയിലി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രയറാണ് ഇത്. 2-ാം അധ്യായത്തിലെ 55-ാം ശ്ലോകം മുതൽ 18 ശ്ലോകങ്ങൾ. ഇതിനെ പറയാ സ്ഥിതപ്രജ്ഞയോഗം എന്നാ പറയാ. എന്താണ്? ഇപ്പൊ നമ്മൾ അഴിമതി മുക്ത നാട് എന്നൊക്കെ പറയില്ലേ, അത് നടന്നിട്ടില്ല ഇതുവരെ. അതൊക്കെ വെറുതെ അടിച്ചു വിടുകയാണ്. എന്നാലും അഴിമതി ഇല്ല അത്യാവശ്യമൊക്കെ. അതുകൊണ്ടല്ലേ പല നേതാക്കന്മാരും അഴിമതി എന്ന് പറഞ്ഞ് ലാസ്റ്റ് അങ്ങോട്ട് പോകുന്നത്. അഴിമതി ഉള്ളതുകൊണ്ടല്ലേ. ഇനിയിപ്പോൾ പലരും പോവാൻ നിൽക്കുകയാണ്, ക്യൂ നിൽക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണോ? അഴിമതി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞു മദ്യല് മുക്ത കേരളം എന്ന് ഉണ്ടോ? ഇല്ലേ? കേട്ടില്ല? അത് ഈ ജന്മം നടക്കണ കാര്യമാണോ? ഇത് പറയുന്നവരെയാണ് അത് കൂടുതൽ ഔട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ലഹരി മുക്ത കേരളം എന്ന് ആണോ? ഇത് ലഹരി മുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളുടെ പോക്കറ്റിൽ നിന്നേ ലഹരിയാണ് പിടിച്ചത്. അതിനെ പ്രചരിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവരുടെ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചത് എന്താണ്? അപ്പോൾ എത്രമാത്രമാണ് ഇതൊക്കെ പറയുന്നതെന്ന് നമുക്ക് പ്രചരിപ്പിക്കണം. എന്ത്? ഒരു ആത്മഹത്യരഹിത കേരളം. എന്താണ്? ആത്മഹത്യയും അതുപോലെ തന്നെ മാനസികമായി തളരുന്ന ഒരു മുക്ത കേരളം. ആരും മാനസികമായി ഇനി എന്ത് ചെയ്യരുത്? തളരുത്. ആഗ്രഹിച്ച പോലെ നേടിയെടുക്കണ്ടേ? അവിടെയാണ് കൃഷ്ണൻ പറയുന്ന ചില വരികൾ, ഗീതയിലെ ചില വരികൾ നമുക്കെടുക്കാം. എന്നെ ഏറെ സ്വാധീനിച്ച ഒരു ശ്ലോകമാണ്. കൃഷ്ണൻ പറയുന്നു, ആശ്ചര്യവത് പശ്യതി കശ്ചയ. ഈ ശ്ലോകം ഇതാണ്: ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യ ആശ്ചര്യവശ്ചൈനമന്യ ശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്. അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. ഇപ്പം മുസ്ലിങ്ങൾക്കാണെങ്കിൽ അറബി ഭാഷ നല്ലോണം വശാണ്, ആണോ? ചെറുപ്പത്തിലെ അവരെ പഠിപ്പിച്ചു. പക്ഷേ ഭാരതീയരെ ഏത് ഭാഷ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഒരു കുന്തും അറിയില്ല. നമ്മുടെ കൃതികളൊക്കെ എഴുതി വെച്ചത് സംസ്കൃതത്തിലാണ്. മനസ്സിലായില്ലേ? ഇത് പഠിപ്പിക്കാത്തതിന് വലിയ കാരണമുണ്ട് പിന്നിൽ. അതൊരു വലിയ ചതിയായിരുന്നു. ബ്രിട്ടീഷുകാർ ഒരുക്കി വെച്ച കെണിയാണത്. അതിൽ പാവം കോൺഗ്രസ്സുകാർ വീണുപോയി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വീണുപോയി. സത്യത്തിൽ അതാണ്ടായത്. ഒരുപക്ഷെ സർദാർ വല്ലഭായ് പട്ടേൽ ഇത് തിരിച്ചു പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കി ഇത് വലിയ കെണിയാണ് ഇവരുണ്ടാക്കിയതെന്ന്. സംസ്കൃത ഭാഷ വീണ്ടെടുക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ അന്നത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മിനിസ്ട്രി പറഞ്ഞത് വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് വേണ്ടത്. ഒരു കണക്കിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടതായിരുന്നു, കാരണം ലോകത്തോട് കോമ്പീറ്റ് ചെയ്യാൻ. പക്ഷേ ഈ സംസ്കൃത ഭാഷ അറിയാതെ പോയതുകൊണ്ട് നമ്മുടെ ആത്മീയതയെ നമുക്കൊട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അപ്പം ഇവിടെ പറയുന്നത് എന്താ അറിയോ? ആശ്ചര്യവത് പശ്യ. നമ്മൾ ഈ ലോകത്തെ അല്ല, മറ്റുള്ളവരിൽ ആശ്ചര്യത്തോടെ കാണേണ്ടത്. അവരെ ആരെയാ കാണേണ്ടത്? അവനവനെ ആശ്ചര്യത്തോടെ കാണുന്നത്. ആരെയാണ്? ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അവനവനെ ആശ്ചര്യത്തോടെ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഭ്രാന്തുണ്ടോന്ന്. എന്നെപ്പം എത്ര കാണാനുള്ളത്, എന്നിലിപ്പോൾ എന്താ കാണാനുള്ളത് അല്ലേ? പല കോളേജിലൊക്കെ പഠിക്കുമ്പം ആശ്ചര്യത്തോടെ ആമ്പിളരും പെമ്പിളരും പറയുമോ ചക്കരയെ മുത്തേന്നൊക്കെ, നീ പൊന്നാണ് ഇതൊക്കെ. അതൊരു 5 കൊല്ലം കഴിഞ്ഞാലോ പിന്നെ ചക്കരയും മുത്തും പൊന്നും ഒക്കെ ഉണ്ടോ? മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ ചെറുപ്പത്തിൽ പറയുമായിരിക്കും. ഒരു 10 കൊല്ലം കഴിഞ്ഞാലോ പറയൂ ഇല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാര്യ പറയുമോ നിങ്ങളെ ഈ വസ്ത്രമൊക്കെ ഇട്ട് കാണാൻ എന്തൊരു സുന്ദരനാണ്. ഭർത്താവ് ഞെളിയോ? അപ്പം എത്ര കാലം? കുറച്ച് കാലം. അത് കഴിഞ്ഞാൽ പറയും നിങ്ങളെ കണ്ട എന്നൊരു പോലെ തന്നെയാണ് മനുഷ്യന്ന്. എന്ത് വ്യത്യാസമുണ്ട്? അപ്പോൾ ഇതൊക്കെ ഒരു ആവേശത്തിലൊക്കെ അധികം പറയും. പക്ഷേ യാഥാർത്ഥ്യം വേറെ ഒന്നാണ് നമ്മൾ കാണുക, ആണോ? നമ്മളിൽ എന്താ ആശ്ചര്യം. പക്ഷേ ഇന്ന് നോക്കൂ നിങ്ങൾ, ലോകം വളരെ ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്യാണ്, ആണോ? നിങ്ങൾ നോക്കൂ, നമ്മൾ ഓരോരുത്തരും ആധാർ കാർഡ് എടുത്തപ്പോൾ തമ്പ് പ്രിൻ്റ് കൊടുത്തു ഇല്ലേ? എന്തിനാണ് ഈ തമ്പ് പ്രിൻ്റ് കൊടുത്തത്? തമ്പ് ഇംപ്രഷൻ കൊടുത്തത്, തള്ളവിരലിൻ്റെ അടയാളം കൊടുത്തത് എന്തിനാണ്?
പറയൂ, നിങ്ങൾ എല്ലാവരും പറയണം. എന്തിനാ കൊടുത്തത്? തിരിച്ചറിയാൻ. ആര് തിരിച്ചറിയാൻ? വിരലോ? വിരല് തിരിച്ചറിയാനാണോ കൊടുത്തത്? ഓരോരുത്തരുടെയും ഈ വിരലിൻ്റെ അടയാളം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാണ്. നോക്കൂ, നിങ്ങൾ എത്ര ഗൗരവത്തോടെ അത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെയും കൈയുടെ വിരലിൻ്റെ അടയാളം വ്യത്യസ്തമാണ്. ആണോ അല്ലയോ? നിങ്ങൾ നോക്കൂ, ഒന്ന് വളരെ അത്ഭുതത്തോടുകൂടി നോക്കൂ. ഈ നമ്മുടെ ഓരോരുത്തരുടെ ഈ ശബ്ദം അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? ആണോ? ഓരോരുത്തരുടെ സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? ആണോ അല്ലയോ? അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ കഴിവുകളും വ്യത്യസ്തമാവില്ലേ? ആണോ അല്ലയോ? അപ്പൊ ഓരോരുത്തരിലും വ്യത്യസ്തമായ സാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്നില്ലേ? ഉണ്ടാകുമോ ഇല്ലയോ? അപ്പൊ നമ്മൾ ഇവിടെ ജനിച്ചു വന്നത് എന്തിനാണ്? മറ്റുള്ളവരെ പോലെ ആവാനാണോ? മറ്റുള്ളവരെ പോലെ മത്സരിക്കാനാണോ? അവനവൻ്റെ ഉള്ളിലുള്ള ഈ കഴിവും ശക്തിയും ഉണർത്താനാണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇന്നും സയൻസിന് പിടികിട്ടാത്തൊരു കാര്യം ഇതാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട് ഇല്ലേ? ഈ 140 കോടി ജനങ്ങളുടെയും തള്ളവിരലിൻ്റെ അടയാളം വ്യത്യസ്തമാക്കുക, ശബ്ദം വ്യത്യസ്തമാക്കുക, സ്വഭാവം വ്യത്യസ്തമാക്കുക. അത്ര എളുപ്പമാണോ അത്? പറയൂ. ഈ ഭൂമിയിൽ 800 കോടി ജനങ്ങളുണ്ട്. ആഫ്രിക്ക കോണ്ടിനെന്റിലും ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ കൂടിയിട്ട് എത്ര? 800 കോടി ജനങ്ങളുടെയും ഈ കൈവിരലിലെ അടയാളം വ്യത്യസ്തമാണെങ്കിൽ 800 കോടി ജനങ്ങളുടെ വിരലിലെ അടയാളം വ്യത്യസ്തമാക്കൽ എളുപ്പമാണോ? പറയൂ. അപ്പൊ അതങ്ങനെ വ്യത്യസ്തമാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യത്യസ്തമാക്കാൻ സാധിക്കുന്നൊരു അത്ഭുതകരമായ ശക്തി വേണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ ഒരു 10 ചിത്രങ്ങൾ ഒരുപോലെ വരച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം അല്ലേ? അല്ലെങ്കിൽ 50 ചിത്രങ്ങൾ. പണ്ടൊക്കെ ഈ പൂമ്പാറ്റ എന്നൊക്കെ പറഞ്ഞ കുട്ടികളുടെ ബാലരമ്യക്ക് വരും. അപ്പൊ 2 ഒരുപോലെയുള്ള ചിത്രങ്ങളിൽ വ്യത്യാസം കണ്ടെത്താൻ പറയും. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഒരു 50 പേരെ വ്യത്യസ്തമാക്കുമ്പോഴേക്ക് തന്നെ പിന്നിപ്പോൾ എന്താ വ്യത്യസ്തം ഉണ്ടാക്കുക എന്നുള്ളൊരു സംശയം വരും. ഉണ്ടോ? പറയൂ നിങ്ങൾ. ഒരു 100 പറ്റുമായിരിക്കാം, 1000 പറ്റുമായിരിക്കാം, എന്നാലും കോടികൾ പറ്റുമോ? പറ്റുമോ? 800 കോടി ജനങ്ങളെ വ്യത്യസ്തമാക്കാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വലിയൊരു അത്ഭുതകരമായ അവർക്ക് പറയൂ ശക്തിയുണ്ട്. അപ്പോൾ ഓരോരുത്തരും ജനിച്ചു വരുന്നത് 2 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന് വ്യത്യസ്തതയോടെയും, 2 അവരെ വ്യത്യസ്തമായ ശക്തിയുടെ സാന്നിധ്യവും കൊണ്ടാണ്. ആയിരിക്കോ? കൂടെ വന്നില്ലേ നിങ്ങൾ? ഒരു സാധനം വ്യത്യസ്തമാക്കണമെങ്കിൽ ആ വ്യത്യസ്തമാക്കാനുള്ള ശക്തിയും അവിടെ തന്നെ ഉണ്ടാവണം. അത് വേറെ എവിടെ ഉണ്ടായിക്കൂടാ. എവിടെ ഉണ്ടാവണം? പറയൂ നിങ്ങൾ. ഇപ്പം നിങ്ങളുടെ പാല് നിങ്ങൾ തൈരായിട്ട് പിരിക്കണമെങ്കിൽ അതിനെ പിരിക്കാനുള്ള ബാക്ടീരിയ അതിൽ തന്നെ ഉണ്ടാവണ്ടേ? ഇപ്പം പാലിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ ആ വെണ്ണ പാലിൽ തന്നെ ഉണ്ടാവണ്ടേ? ഉണ്ടാവണോ വേണ്ടയോ? തേങ്ങയിൽ നിന്ന് കൊപ്രയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നെങ്കിൽ ആ വെളിച്ചെണ്ണ കൊപ്രയിൽ തന്നെ വേണ്ടേ? ഇതുപോലെ നമ്മളെ വ്യത്യസ്തമാക്കാൻ സാധിക്കുന്ന ഒരു ഇന്റലിജൻസ്, ശക്തി എവിടെ തന്നെ ഉണ്ടാവണം? നമ്മളിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ 2 കാര്യങ്ങൾ നമ്മളിലുണ്ട്. വ്യത്യസ്തതയുമുണ്ട്, വ്യത്യസ്തമാക്കിയ ദൈവീകതയും. നമ്മളതിനെ ദൈവീകത എന്ന് വിളിച്ചോളൂ. ആ ദൈവീകതയും നമ്മളിലുണ്ട്. ഉണ്ടോ? അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഓരോ കുട്ടികളിലും അപൂർവമായ കഴിവുകളൊക്കെ കണ്ടാൽ ദൈവീക ശക്തിയാണെന്ന് പറയാറുണ്ട്. ഉണ്ടോ? ഒരു ദൈവീക ശക്തിയുള്ള കുട്ടിയാണ് നമ്മൾ. ഇതൊന്നും അറിയാതെ തന്നെ പറയുന്ന ഭാഷയാണ്. ആണോ? ഒരു ദൈവീകതയുണ്ട്, ഒരു ദിവ്യത്വമുണ്ട്. പറയാറുണ്ടോ ഇല്ലയോ? അപ്പൊ എല്ലാവരിലും ആ ദിവ്യത്വം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ നമ്മളിലുള്ള ദൈവീകത അത് ഉണർത്തണ്ടേ? ഈ വ്യത്യസ്തത ഉണർത്തണ്ടേ? ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികളിൽ ആ അവബോധം വേണ്ടേ? ഞാൻ മറ്റുള്ളവരുമായി മത്സരിക്കാനല്ല, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനല്ല, മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടാനല്ല. എൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ കഴിവും ശക്തിയും ഉണർത്താനും ഉയർത്താനുമാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. മറ്റൊരാളെ പോലെ ആവാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ല. നമുക്ക് നമ്മളിലുള്ളതേ പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഓരോ വ്യക്തിയും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ കഴിവും സ്വഭാവവും ഒക്കെ കണ്ടിട്ടാണ്. ആണോ? ഒരു കഴിവുമില്ല, ഒരു സ്വഭാവവും ഇല്ലെങ്കിൽ മനുഷ്യൻ അവഗണിക്കും മറ്റുള്ളവരെ. ഉറക്കെ പറയൂ നിങ്ങൾ. അപ്പം എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ ആ കഴിവും സ്വഭാവവും ഒക്കെ കൊണ്ടുവരിക? ഇപ്പൊ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ആണോ? കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളൊരു മനസ്സ് ആണോ? പറയൂ നിങ്ങൾ, ആണോ അല്ലയോ? ഇപ്പം കണ്ടറിഞ്ഞ് ചെയ്യാനും മനസ്സില്ല, സഹായിക്കാനുള്ള മനസ്സില്ല, ഒരു വിശാലത ഇല്ലെങ്കിൽ ആ വ്യക്തികൾ ക്രമേണ അവഗണിക്കപ്പെടില്ലയോ? അപ്പം അതിനൊരു ശക്തി വേണം, മറ്റൊരാളെ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു ശക്തി വേണം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൂർവികന്മാർ നമ്മളെ പരിവർത്തനം വരുത്താൻ നമുക്ക് തന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഇത് നമ്മുടെ കഷ്ടകാലത്തിന് ക്ഷേത്രം എന്തിനാണെന്ന് പോലും ഹിന്ദുവിനറിയില്ല. നമ്മുടെ വിചാരം ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ദൈവത്തെ തൊഴുത് കാര്യങ്ങളൊക്കെ നടത്തിത്തരാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. പറയൂ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കും ഇത്രയും ക്ഷേത്രങ്ങളുണ്ടെന്ന്. ഈ ഭാരതത്തിൽ തന്നെ എത്ര ക്ഷേത്രങ്ങളുണ്ട്. അത് കെട്ടോട്ടെ, കുഴപ്പമില്ല. കാറ്റടിച്ചാൽ കുഞ്ഞെ ഉപദ്രവിക്കണ്ട, കാറ്റ് വേണ്ട, കെട്ടോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ കാറ്റടിച്ചാൽ അത് കെടുന്നുള്ള ഉറപ്പല്ലേ? അത് ദൈവത്തിന് പോലും ഇതാക്കി വയ്ക്കാൻ പറ്റില്ല. അതങ്ങനെയാണ് പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത്രയും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ ഈ ഇവിടെ ഉള്ള ദൈവങ്ങളൊക്കെ വന്നിറങ്ങി നമ്മളെ ശരിയാക്കി തരുന്നുണ്ടോ? അതോ കഷ്ടകാലങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? വരാനുള്ളതൊക്കെ വഴി വരുന്നുണ്ടോ? പറയൂ നിങ്ങൾ. ദൈവങ്ങൾ വിചാരിച്ചാൽ ഭർത്താവിൻ്റെ കള്ളൂടി നിർത്താൻ പറ്റുമോ? ഒരാളുടെ സ്വഭാവം നേരേക്ക് തരാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? പിന്നെ എന്തിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത്? മനസ്സമാധാനത്തിന്. എത്ര പേര് മനസ്സമാധാനത്തിന് അമ്പലത്തിൽ പോകുന്നുണ്ട്? മനസ്സമാധാനത്തിന്. ഈ മനസ്സമാധാനം ഇല്ലാതാക്കിയതാരാ? നിങ്ങൾ മനസ്സമാധാനം ഇല്ലാതാക്കിയത് ദൈവമാണോ മനസ്സമാധാനം തരേണ്ടത്? ദൈവമാണോ അത് എടുത്തു വെച്ചിരിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? ഇനിയിപ്പോൾ നോക്കൂ, നിങ്ങൾ മനസ്സമാധാനം ഇല്ലാതെ പറഞ്ഞ അമ്പലത്തിൽ പോയാൽ ദൈവത്തിന് സമാധാനം ഉണ്ടാവുമോ? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. ദൈവങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാവുമില്ലയോ? ഏത് ദൈവത്തിനാണ് സമാധാനം ഉള്ളത്? നിങ്ങൾ നോക്കൂ, പരമശിവന്റെ ജീവിതത്തിൽ ഇപ്പം കൊട്ടിയൂര് ഉത്സവം നടക്കുകയാണ്, അറിയില്ലേ നിങ്ങൾക്ക്? അത് സതീദേവി ദേഹത്യാഗം ചെയ്തു അല്ലേ? അഗ്നിയിലേക്ക് ചാടിയതിൻ്റെ കഥകളുമായിട്ടാണ് ദക്ഷയാഗം. ആണോ? സ്വന്തം ഭാര്യ തീയിലേക്ക് ചാടിയിട്ടുണ്ട് ശിവന്റെ. ഉണ്ടോ? ശിവന് സമാധാനം ഉണ്ടാവുമോ? ഇനി കൃഷ്ണൻ നോക്കൂ, 16,008 കല്യാണം കഴിച്ചത്. എത്ര? ആ കൃഷ്ണന് സമാധാനം ഉണ്ടാവുമോ? ഒരു കല്യാണം കഴിച്ച ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്കൂ നിങ്ങൾ. അദ്ദേഹം അധികം പറയും, എങ്ങനെയുണ്ട് ജീവിതം? ഒന്നും പറയണ്ട, കെട്ടിപ്പോയിന്ന്. അപ്പൊ കെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരാളുടെ കൂടി സ്വഭാവത്തിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരിക്കൽ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഭർത്താവ് ഭാര്യയെ പൊക്കിയെടുത്തു. ഭാര്യയ്ക്ക് 10 കിലോ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ മനുഷ്യ? വല്ല ഭ്രാന്ത് പിടിച്ചവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. എന്നെ എടുത്തിട്ട് എന്തിനാ നടക്കണതെന്ന്. അപ്പോൾ പറഞ്ഞു, അല്ലടി ഇന്ന് പ്രഭാഷണത്തിൽ കേട്ടു, എന്ത്? നിങ്ങളുടെ ഭാരം നിങ്ങൾ തന്നെ ചുമക്കണമെന്ന്. അപ്പോൾ ഭാര്യയെ കാണുന്നത് ഏത് വിധത്തിലാണ്? ഭാര്യയെ കാണുന്നത് ഏത് വിധത്തിലാണ്? ഭാരമായിട്ടാണ്. ആണോ? ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുക. ആണോ? പണ്ട് ഇവിടെയാണോന്നറിയില്ല, ഒരു തേയില ഫാക്ടറിയിലാണോന്നറിയില്ല, ഒരു മാനേജർ, അയാൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ എന്ത് പ്രശ്നം വന്നാലും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന്, ആ ലേബർ പ്രശ്നം, ഈ ലേബർ പ്രശ്നം, അവിടെ ഫാക്ടറിയിൽ പ്രശ്നം, ഇതൊക്കെ കൂടി വന്ന് പറഞ്ഞാലും എന്തെങ്കിലും ടെൻഷൻ തലയിൽ അങ്ങോട്ട് കയറിയാൽ ഇദ്ദേഹം പേഴ്സ് എടുക്കുന്നത് കാണാം, തുറക്കുന്നത് കാണാം, ചിരിക്കുന്നത് കാണാം, പേഴ്സ് അടയ്ക്കുന്നത് കാണാം, പോക്കറ്റിലിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ഒരു അതിശയം, ഇയാളുടെ പേഴ്സിൽ എന്താണെന്നുള്ളത്. പലരും വിചാരിച്ചിരിക്കുന്നത് വാടേരി ദേവനായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് കൃഷ്ണനായിരിക്കും, അല്ലെങ്കിൽ തിരുനെല്ലി ഭഗവാനായിരിക്കും, ഏതെങ്കിലുമൊക്കെ ഭഗവാനായിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ചെയർമാൻ ഒരിക്കൽ കണ്ടു, വലിയ ടെൻഷൻ നടക്കുക, സമരം നടക്കുന്ന ഒരു ഘട്ടത്തിൽ സമരം എങ്ങനെ ഇദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ച് എല്ലാവരോടൊക്കെ സംസാരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പ്രശ്നം സോൾവ് ചെയ്തു. അപ്പോൾ ഈ ചെയർമാൻ പറഞ്ഞു, അപാര കഴിവാട്ടോ അങ്ങേക്ക്, എങ്ങനെ അങ്ങേക്ക് ധൈര്യം വരുന്നത്? ഞാൻ കാണുന്നുണ്ടല്ലോ അങ്ങ് പ്രശ്നം വരുമ്പോൾ പേഴ്സ് എടുക്കണം, തുറക്കണം, ചിരിക്കുന്നതൊക്കെ, അങ്ങയുടെ പേഴ്സൊന്നും എനിക്ക് കാണണമെന്ന്. അപ്പോൾ ഇദ്ദേഹം ചെയർമാൻ പേഴ്സ് കാണിച്ചു കൊടുത്തു. അപ്പോൾ പേഴ്സിൻ്റെ അകത്തൊരു സ്ത്രീയുടെ ചിത്രമാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇന്നത്തെ കാലത്താണ് ഈ പല ഫോട്ടോ വയ്ക്കാം, കാരണം വാട്സാപ്പിലൂടെയും ബന്ധമുണ്ടാവും, ഫേസ്ബുക്കിലൂടെയും ബന്ധമുണ്ടാവും, ഏത് ഓൺലൈനിലൂടെ ആരാ കയറി വരിക എന്നറിയില്ലല്ലോ. ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഉടനെ ചെയർമാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മേഡം തങ്കം എന്നൊക്കെ പേര്, തങ്കം നിങ്ങൾ ഭാഗ്യവതിയാണ്, കാരണം നിങ്ങളുടെ ഭർത്താവിന് എപ്പോഴൊക്കെ മനസ്സിന് ടെൻഷൻ വരുന്നോ നിങ്ങൾ കാണുന്നതോടുകൂടി
ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കൂ, പേഴ്സലൊക്കെ ആരുടെ നിങ്ങളുടെ ഫോട്ടോ ആണെന്നുള്ളത്. നിങ്ങളെ കാണുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ടെൻഷനൊക്കെ പോയി, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇത് കേട്ടപ്പോൾ തങ്കത്തിനൊരു സംശയം, ഇത് നടക്കണ പ്രശ്നമില്ല. തങ്കത്തിൻ്റെ ഒരു ബേജാറെന്ന് പറയില്ലേ ഇവിടെ, നിങ്ങൾ ടെൻഷൻ എന്ന് പറയില്ലേ, ഉണ്ടോ? തങ്കത്തിൻ്റെ ടെൻഷൻ ഇതിൽ വേറെ ഏതോ കേസ് കെട്ടുപെട്ടു എന്നുള്ളതാണ്. ഇതെൻ്റെ ഭർത്താവ്, എൻ്റെ ഫോട്ടോ വെക്കാൻ അത്ര സാധ്യതയില്ല. ഭർത്താവ് വീട്ടിലെത്തിയതും ഭാര്യ ചാടിക്കയറി, ചേട്ടാ ആ പേഴ്സൊന്ന് തരുമെന്ന്. ഭാര്യയ്ക്ക് ആദ്യം തന്നെ എന്ത് വേണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ഭർത്താവിന് അറിയില്ല ഇതെന്താ കാര്യം എന്നുള്ളത്. പേഴ്സൊന്ന് തരുമോ? അപ്പോൾ ചോദിച്ചു, എന്തിനാടി എൻ്റെ പേഴ്സ്? പൈസയൊന്നുമില്ല, എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടില്ല, എനിക്ക് പേഴ്സൊന്ന് കാണണമെന്ന്. വീണ്ടും പറഞ്ഞു, നോക്കൂ നീ എന്തിനപ്പം എൻ്റെ പേഴ്സ് കാണുന്നത്? എനിക്ക് ആ പേഴ്സ് കണ്ടേ പറ്റുള്ളൂ, നീ ചായ എടുത്തുവാ, ചായ എന്നിട്ടേ തരുള്ളൂ എന്ന്. അവസാനം പേഴ്സ് എടുത്ത് കൊടുത്തു. അപ്പോൾ ഭർത്താവിനറിയില്ല എന്തിനാ അയാൾ ഭാര്യ പേഴ്സ് എടുക്കണത്. നോക്കുമ്പോൾ ഭാര്യ എന്താ നോക്കുന്നത്, ഇതിലാരുടെ ഫോട്ടോ അയാൾ പൂജിക്കുന്നത് അറിയണമല്ലോ. നോക്കുമ്പോൾ തൻ്റെ ഫോട്ടോ ആണ്. ഉടനെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ സ്നേഹം എന്നോടുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്ന് സ്പെഷ്യൽ ചായയൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ചോദിച്ചു, അല്ല ഞാൻ സത്യം ചോദിക്കാൻ, ഞാൻ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ശക്തി കിട്ടുന്നുണ്ടോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, സത്യം നിനക്ക് പറഞ്ഞ വിഷമം തോന്നരുത്, ഈ ഫോട്ടോ കാണുമ്പം എൻ്റെ മനസ്സ് പറയും, വലിയ പ്രശ്നങ്ങളായിരിക്കും കമ്പനിയിൽ. അപ്പം ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സ് പറയും, ഈ ഒരു പ്രശ്നം നിനക്ക് മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഏത് പ്രശ്നം? ബാക്കി നിങ്ങൾ ഇത് മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെയാണോ കമ്പനിയിലെ പ്രശ്നം എന്നുള്ളത്. അപ്പൊ കമ്പനിയിലെ പ്രശ്നമൊക്കെ ചെറിയ നിസ്സാര പ്രശ്നമായി മാറും. ഇനിയിപ്പോൾ ആരും പരിശീലിക്കണ്ടോ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇവിടെ നമുക്കൊക്കെ നമ്മൾ നോക്കൂ, നിങ്ങൾ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ ക്ഷേത്രത്തെ വേണ്ട പോലെയല്ല നമ്മളാരും പ്രയോജനപ്പെടുത്തുന്നത്. വെറുതെ അന്ധമായി തൊഴുതു പോവാനാണ് പലരും വരുന്നത്, ആണോ? അതിലൊരു മാറ്റം വരുത്തണം. വേണോ വേണ്ടയോ? നമുക്ക് മനസ്സിലാവണം ക്ഷേത്രം എന്തിനാണ്. ഈ കാര്യം പറയാനാണ് ഇന്ന് ഞാൻ പ്രഭാഷണത്തിൽ ഈ ഒരു വിഷയം എടുത്തത്. ക്ഷേത്രം എന്ത്? അപ്പം ഇനി മുതൽ നമ്മളത് പ്രചരിപ്പിക്കണം. ക്ഷേത്രം, നിങ്ങൾ പറയൂ ആ വാക്ക്. എന്താ അതിൻ്റെ അർത്ഥം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ അതിൻ്റെ അർത്ഥം? ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? നോക്കൂ, നിങ്ങൾ എത്ര ഉത്തരാ വരുന്നത്. അപ്പം നമുക്കൊരു കൃത്യത ഇല്ല എന്ന് ഉറപ്പായില്ലേ? ആർക്കൊരു വ്യക്തത ഇല്ല എന്ന് ഉറപ്പല്ലേ? എന്താ ഒന്നും പറയാത്തത്? വ്യക്തത ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് വ്യക്തത ഉണ്ടോ? അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പൂർവികർ അതിനർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഓരോ സംസ്കൃത വാക്കുകൾക്കുണ്ടല്ലോ അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട്. ഇപ്പം ക്ഷേത്രം എന്ന ശബ്ദത്തിൽ 2 അക്ഷരങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ക്ഷേ, അതിൽ ക്ഷ, പിന്നെ ത്ര. ക്ഷ ത്ര, പറയൂ. ത്ര, 2 അക്ഷരം ചേർന്നതാണ് ഏത്? ക്ഷേത്രം. ക്ഷ എന്നതിന് ക്ഷതം എന്നാണ് അർത്ഥം. എന്താണ്? ക്ഷതം. ത്ര എന്നതിന് ത്രാണനം. എന്താണ്? ഇനി മറക്കരുത് നിങ്ങൾ, ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം. എന്താണ്? ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം. അപ്പം ക്ഷതം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ അർത്ഥമെടുക്കുക, ഓ വീണിട്ട് ക്ഷതം പറ്റി, ചതവ്, മുറിവ്, ഒടിവ്, അല്ലേ? ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? ക്ഷതം എന്ന് പറയാം. പക്ഷെ ഇവിടെ ക്ഷതം എന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തിനുണ്ടാകുന്ന ഒടിവും മുറിവൊന്നല്ല. എന്നാൽ ഇത് ശരീരത്തിന് സംഭവിക്കുന്നതാണ് ക്ഷതം, അല്ലേ? എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു ശരീരം വേണ്ടേ? അപ്പൊ വീണ്ടും അടുത്ത ശബ്ദം വരികയാണ്. ക്ഷേത്രം എന്ന വാക്കിന് ശരീരം എന്നൊരർത്ഥമുണ്ട്. എന്താണ്? കൃഷ്ണനാണ് ആ ഒരു വ്യാഖ്യാനം ഗീതയിൽ തരുന്നത്. ഇതം ശരീരം ക്ഷേത്രം. എന്താണ്? ഇതം ശരീരം ക്ഷേത്രം. അപ്പൊ നമുക്ക് 2 ശരീരങ്ങളുണ്ട്. ഇന്നതൊക്കെ നമുക്ക് സയന്റിഫിക്കലി മനസ്സിലാവും. ഒന്ന് സ്ഥൂല ശരീരവും 2 സൂക്ഷ്മ ശരീരം. ഇപ്പൊ നോക്കൂ, ഈ മൈക്കായാലും ഞാനായാലും നിങ്ങളായാലും ഇന്നത്തെ മോഡേൺ ഫിസിക്സ് കുട്ടികൾ പഠിക്കണ്ടല്ലോ, 8, 9, 10 പഠിക്കുന്ന ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഈ കാണുന്നതിനെ മാസ് അഥവാ മാറ്റർ എന്നാ വിളിക്കുക. എന്താണ്? മാറ്റർ, അതായത് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യ വസ്തു.
ഈ കാണുന്നതൊക്കെ ഒരു സൂക്ഷ്മ ഊർജത്തിൻ്റെ വികസിത രൂപമാണ്. മനസ്സിലായില്ല? എന്ത് നമ്മൾ കാണുന്നുണ്ടോ അതിലൊരു സൂക്ഷ്മ ഊർജമുണ്ട്. ആ സൂക്ഷ്മ ഊർജത്തിൻ്റെ ഒരു പ്രകടിത രൂപമാണ് സ്ഥൂല രൂപം. അപ്പൊ ഒരു സ്ഥൂല രൂപത്തിൽ എന്തുണ്ട്? സൂക്ഷ്മ ശക്തിയുണ്ട്. ഇപ്പൊ നമ്മൾ വെളിച്ചം കാണുന്നു, കറണ്ട് കാണുന്നു, ലൈറ്റ് കാണുന്നു. ആ കറണ്ടിന്റെ വെളിച്ചം നമ്മൾ സ്ഥൂലമായി കാണുന്നുണ്ട്, ഇല്ലേ? ഉറക്കെ പറയണം. അപ്പൊ അതിന്റെ പിന്നിലൊരു സൂക്ഷ്മ ഇലക്ട്രിസിറ്റി ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ നമ്മളിലേക്ക് നോക്കിയാൽ സ്ഥൂല ശരീരം നമുക്ക് കാണാം. നമ്മളിലൊരു സൂക്ഷ്മ മനസ്സില്ലേ? ഉണ്ടോ? പ്രാണനില്ലേ? ഉണ്ടോ? അതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ സൂക്ഷ്മമായ പ്രാണനും സൂക്ഷ്മമായ മനസ്സും ചേർന്നതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുക. അപ്പൊ നമ്മളിൽ സൂക്ഷ്മ ശരീരവുമുണ്ട്, ഉറക്കെ പറയണം, സ്ഥൂല ശരീരവുമുണ്ട്. അപ്പൊ സ്ഥൂല ശരീരത്തിനും ക്ഷതം സംഭവിക്കും, സൂക്ഷ്മ ശരീരത്തിനും എന്ത് സംഭവിക്കും? ക്ഷതം. ഇതിനെയാണ് പൂർവികര് സൂക്ഷ്മ ശരീരത്തിന് സംഭവിക്കുന്ന ക്ഷതത്തിനെ ആദി എന്നും സ്ഥൂല ശരീരത്തിന് സംഭവിക്കുന്ന ക്ഷതത്തിനെ വ്യാധി എന്നും വിളിക്കുകയാണ്. ഏതാണ്? ഒരുതരം വ്യാധിയാണ്. ആദിയും വ്യാധിയും, ആദിയും വ്യാധിയും. ഇപ്പൊ ശരീരത്തിന് സംഭവിക്കുന്ന വ്യാധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ നമുക്ക് കാണാം പ്രതിരോധ ശക്തി കൂടുകയാണോ കുറയുകയാണോ? അതല്ലേ കുട്ടികൾ സ്കൂളിൽ പോയി ചിക്കൻ ബോക്സ് ഒക്കെ കൊണ്ടുവരും അവിടുന്ന്, ഉണ്ടോ? ടിഫിൻ ബോക്സ് മാത്രമല്ല കൊണ്ടുവരിക. കുട്ടികളിൽ നിന്ന് പല രോഗങ്ങളും, മുണ്ടിവീക്കം, മറ്റു രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. പെമ്പിള്ളേരാണെങ്കിൽ പേനൊക്കെ കൊണ്ടുവരില്ലേ? പേനയല്ല, എന്തു കൊണ്ടുവരും? വീട്ടിൽ കൊണ്ടുവരില്ല? കൊണ്ടുവരുമല്ലയോ? അപ്പം മറ്റു പലരിൽ നിന്നും പലതും വാങ്ങിച്ചു കൊണ്ടുവരും. അതെന്തുകൊണ്ടാണ്? കുട്ടികളിൽ പ്രതിരോധ ശക്തി, ഉറക്കെ പറയൂ, കുറവുണ്ട്. ഇനി മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൂടുതലാണ്. പലതും പഠിക്കാൻ പറ്റണമെന്നില്ല. അത് സത്യം പറഞ്ഞാൽ നമുക്ക് സ്കൂളുകളൊക്കെ പൂട്ടേണ്ട കാലമായി. ഞാൻ സ്കൂളിലേ പോകണമെന്ന് പറയുന്ന ആളല്ല, സത്യത്തിൽ സ്കൂളിലായിരുന്നില്ല പോകേണ്ടത്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെല്ലാവരും ഒരുപോലെ പഠിക്കേണ്ടവരല്ല. എല്ലാവരും മാത്സും സയൻസും പഠിക്കാനല്ല വന്നത്. ഓരോരുത്തരിലും വ്യത്യസ്തമായ, എന്താ ഒന്നും മിണ്ടാത്തത്, കഴിവുകളുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ വ്യത്യസ്തമായ കഴിവിനെ വാർത്തെടുക്കുന്നതാവണ്ടേ? ആയിരിക്കണോ വേണ്ടയോ? അതാണോ ഇന്നത്തെ വിദ്യാഭ്യാസം? ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം ശരിയല്ല എന്ന്. അതുകൊണ്ടാണ് കുറേ കുട്ടികൾ നോക്കൂ, നിങ്ങൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പെൺകുട്ടികൾ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുന്നവരില്ലേ? നേരെ മറിച്ച് അവരെ കഴിവാണ് ഉണർത്തിയെങ്കിൽ ആ കഴിവ് അവർ കൊണ്ടു നടത്തിയിരുന്നു. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇപ്പം ഇവിടുന്ന് എത്രയോ കുട്ടികൾ പഠിച്ച് വിദേശത്ത് പോകുന്നു. ഇപ്പം എനിക്കറിയാം ധാരാളം മെഡിസിൻ കഴിഞ്ഞിട്ട് കുട്ടികൾ പോകുന്നുണ്ട് വിദേശത്ത്. അവർക്ക് അവിടെ ചെന്ന് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കും. 5 കൊല്ലം ഇവിടെ മെഡിസിനും പഠിച്ച് അമേരിക്കയിലും യൂറോപ്പിലും വെറുതെ ഇരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അവിടെ വേറൊരു ജോലിക്കും പോകാൻ പറ്റില്ല. കാരണം ഈ ജോലി അതേ അവർ പഠിച്ചിട്ടുള്ളൂ. ഇനി വേറെ വല്ലതും ചെയ്യണമെങ്കിൽ അതവർ പഠിക്കണം. അപ്പം ഇത്രയും 5 കൊല്ലം വേസ്റ്റ് ആയില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഇങ്ങനെ വെറുതെ പൊട്ട വിദ്യാഭ്യാസം പഠിച്ച് ഒരു ഗുണത്തിന് ഇപ്പം നോക്ക് എത്ര കുട്ടികളാ ജോലിയില്ലാതെ അലയുന്നത്. ആണോ? അപ്പം അതിനെന്താ ഒരു വഴി? നമ്മൾ കുട്ടികളിലെ കഴിവുകളെ ഉണർത്താൻ എന്തെങ്കിലും ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടികളിൽ ഇത്തരം കഴിവുകൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിക്കണം. ഇത് വേണം. ശരീരമുണ്ടെങ്കിലേ അടുത്ത തലത്തിലേക്ക് അവർക്ക് കയറാൻ പറ്റുള്ളൂ. ആണോ? അപ്പം അതിനെന്താ വഴി? നമ്മളൊരു പുതിയ ജീവിത രീതി ചിട്ടപ്പെടുത്തണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ട് കാലത്ത് അമ്പലങ്ങളിൽ പോകുന്ന ശീലം ഉണ്ടാക്കണം. എത്ര മണിക്കൊക്കെ അമ്പലം തുറക്കുക? 5:30, ഒരു 6 മണിക്കൊക്കെ അമ്പലത്തിൽ പോകുന്ന ശീലങ്ങൾ ഉണ്ടാക്കണം. അതെന്തിനാണെന്നറിയോ? കാലത്ത് നമ്മൾ കുട്ടികളെ കൊണ്ടുപോയാൽ അവരിലെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. ഇപ്പം എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പം ഈ വാക്സിനേഷൻ ചെയ്തതിന് ശേഷം കൂടുതൽ ഹൃദ്രോഗ പ്രശ്നങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് വളർത്തണം. നിങ്ങളൊക്കെ ഇനി എങ്ങനെ ശ്രദ്ധിച്ചു വരണം. കാരണം ഇപ്പം നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കുക നിങ്ങൾ, എല്ലാ ജനവാതിലും വാതിലും കൊട്ടി അടച്ച് ഉള്ള ഗ്യാസും കത്തിച്ചു കഴിഞ്ഞാൽ ആ വീടിനകത്ത് ഏറ്റവും കൂടുതൽ ഏത് വാതകമായിരിക്കും കൂടുതൽ? ഇപ്പം കുറേ വിവരമുണ്ടല്ലോ നിങ്ങൾക്ക്, ഇല്ലേ?
കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് ചേരും തോറും പ്രതിരോധം കൂടുകയാണോ കുറയുകയാണോ? അതുകൊണ്ടാണ് പല രോഗങ്ങളും നമ്മളെ വിടാതെ പിടികൂടുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇനി കുട്ടികളുടെ കാര്യം നോക്കൂ. വീടിനകത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു ഉണ്ടോ? പുറകിലുള്ളവരൊക്കെ ഒന്ന് കയറിയിരിക്കുകയുള്ള മുന്നോട്ടുള്ള സീറ്റ്. ഇനി വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യമൊരുക്കും. പുറകിലുള്ളവരൊന്നും മുന്നോട്ട് കയറിയിരിക്കുക. എല്ലാവരും ഫില്ല് ചെയ്യും സീറ്റുകളൊക്കെ. കാരണം ആളുകൾ എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരിക്കും. കാരണം പുറകിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ സൗകര്യപ്പെടുത്തും. സംഘാടകരൊക്കെ ഒന്ന് മുന്നിൽ പോയിട്ട് പിന്നിലൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ട പോലെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. മറ്റുള്ളവർക്കും കൂടി സൗകര്യപ്പെടുത്തുക, അതായിരിക്കണം നമ്മുടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മൾ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത എന്താ അറിയോ? രാത്രി മുഴുവൻ വീടിനകത്തിരുന്ന് രാവിലെ ഓട്ടോയിൽ കയറണം. നിങ്ങൾ നോക്കി, റോട്ടിലൂടെയല്ലേ ഓട്ടോ പോകുന്നത്? ആ റോട്ടിൽ ഏറ്റവും കൂടുതൽ ഏത് വാതകമായിരിക്കും? എന്തായിരിക്കും? സത്യസന്ധമായി പറയും, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കുട്ടി തന്നെയാണ് വീണ്ടും ശ്വസിക്കുന്നത് ആണോ? അത് കഴിഞ്ഞ് സ്കൂളിൽ ക്ലാസ് റൂമിൽ 10ഉം 50ഉം ഈ കുട്ടികളിരിക്കുന്ന റൂമിൽ അവിടെ എന്തായിരിക്കും കൂടുതൽ? അപ്പം ഡേ ബൈ ഡേ ഈ കുട്ടികൾ വളരും തോറും അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധം അപ്പം എങ്ങനെ രോഗം വരാതിരിക്കുക? നിങ്ങൾ പറയൂ. അപ്പം ഇതിനെന്താ ഒരു പരിഹാരം? ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കൂട്ടണോ കുറയണോ? കൂട്ടണം. വേണോ വേണ്ടയോ? നിങ്ങൾ കോവിഡ് വന്ന സമയത്ത് ഓക്സോമീറ്റർ എന്നൊരു സാധനം ഇങ്ങനെ കയ്യിലൊക്കെ പിടിപ്പിക്കുന്നത് കണ്ടുവോ നിങ്ങൾ? അതെന്തിനാണ്? ശരീരത്തിലുള്ള ഓക്സിജൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കൂടിയാൽ മാത്രമേ, അതായത് ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കൂടിയാൽ മാത്രമേ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. നമ്മുടെ പൂർവികരുണ്ടല്ലോ 5000 വർഷം മുമ്പ് ഇത് ഭാവന ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ ക്ഷേത്രത്തിൽ, മറ്റ് പള്ളികൾക്കൊന്നുമില്ല ഈ പ്രത്യേകത. നിങ്ങൾ നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് വലിയ ആൽവൃക്ഷങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ആലായാൽ തറ വേണം, അതിനൊരു അടുത്തൊരു അമ്പലം വേണം. പണ്ട് പാട്ട് കേട്ടില്ലേ? ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. നമുക്ക് പഴയ കാലം മുതൽക്ക് തന്നെ ഈ സംസ്കാരം ഇവിടെയുണ്ട്. ഇവിടെ മാത്രമല്ല, നോർത്തിൽ എവിടെ പോയാലും ഒരു അമ്പലമുണ്ടോ അതിന് തൊട്ടടുത്തൊരു ആൽവൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം എന്തിനാണ് ആലിനെ വെച്ചിരിക്കുന്നത്? ഭഗവാൻ ഗീതയിൽ ആലിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ അശ്വത്ഥ വൃക്ഷമാണ്. ഏതാണ്? അശ്വത്ഥ വൃക്ഷമാണ്. ആ അശ്വത്ഥ വൃക്ഷത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അത് വെള്ളം വളരെ വലിച്ചെടുത്ത് അവിടെ സ്റ്റോർ ചെയ്യുന്നൊരു വൃക്ഷമാണ്. ഏത്? ആലൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അടിയിൽ വലിയ വെള്ളക്കെട്ട് കാണാം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അറിയില്ല. ആലൊക്കെ കടപുഴുകി വീണ് കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം ഭൂമിയിൽ വെള്ളത്തിൻ്റെ അംശം പിടിച്ചു നിർത്തുന്ന വലിയ വൃക്ഷമാണ് ഏത്? ആല്. എന്ന് മാത്രമല്ല, അതിൻ്റെ ഇലകൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. ആ അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്ന വായു മണ്ഡലം മാറ്റി, ഇവിടെ കണ്ട് ആല് തോന്നുന്നു അല്ലേ? അതിങ്ങനെ മാറ്റി മാറ്റി ആ അന്തരീക്ഷത്തിൽ ആലിൻ്റെ ഇലയിൽ നിന്ന് കൂടുതൽ പുറത്തേക്ക് വരും എന്താ? ഓക്സിജൻ. അപ്പം ആ അന്തരീക്ഷത്തിൽ കൂടുതൽ എന്തുണ്ടാവും? ഓക്സിജൻ ലെവൽ. അപ്പം നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ ക്ലിനിക്കാണ്. എന്താണ്? അപ്പം കുട്ടികളെയും കൊണ്ട് രാവിലെ ക്ഷേത്രത്തിലെത്തിയാൽ പ്രദക്ഷിണം വെക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും പ്രദക്ഷിണം വയ്ക്കുക. ദീർഘമായി ശ്വാസമെടുത്ത്. അപ്പം എന്താണ്? ബ്ലഡിലേക്ക് ഓക്സിജൻ്റെ അളവ് കൂടുന്തോറും പാൻക്രിയാസിൻ്റെ പ്രവർത്തനം കൂടും, കിഡ്നിയുടെ പ്രവർത്തനം കൂടും. അപ്പോൾ ക്രിയാറ്റിൻ ലെവലൊക്കെ ആവും, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും പ്രോപ്പറായിട്ട്. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, പെൺകുട്ടികളിൽ ഇപ്പം നിങ്ങൾ നോക്കൂ, PCOD പ്രശ്നങ്ങളൊക്കെ കൂടി വരികയാണ്. ആണോ? മര്യാദയ്ക്ക് പീരീഡ് നടക്കുന്നില്ല, കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് വരും തോറും ഫെലോപ്പിൻ ട്യൂബിൻ്റെ അതിൻ്റെ അതിൻ്റെ പവർ കുറയും. അതുപോലെ തന്നെ ഈ അണ്ടമുൽപ്പാദിപ്പിക്കേണ്ട ഗർഭപാത്രത്തിൽ ഈ അണ്ടമുൽപ്പാദിപ്പിക്കുന്ന എന്താ അതിന് പറയുക? അണ്ടം, അതായത് ഗർഭമുണ്ടാവണമെങ്കിൽ അണ്ടം ഉൽപ്പാദിപ്പിക്കണ്ടേ? ഓവറീസ് എന്ന് പറയും. എന്താണ് പറയുക? അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പം വേണ്ട പോലെ അണ്ടമുണ്ടാവില്ല. പിന്നെ ഉള്ള ഹോർമോൺ കുത്തിവെച്ചിട്ടാണെന്ന് കുട്ടികൾ പ്രസവിക്കുന്നത്. ആണോ? പറയൂ നിങ്ങൾ. അപ്പം ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ജീവിതം ധന്യമാക്കാൻ നോക്കുകയാണ്. ഇതിനെ പരിഹരിക്കാൻ വലിയൊരളവ്
ക്ഷേത്രങ്ങളിൽ പോയി എന്ത് ചെയ്യണം? ആലിനെ മാത്രമല്ല, നിങ്ങൾ ആലിനെ പ്രദക്ഷിണം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആലിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക ഒരു 10 11 പ്രാവശ്യം. ഇത്ര തവണ അതൊന്നുമില്ല, എത്ര വയ്ക്കുന്നോ അത്രയും നല്ല. ഇന്നിപ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് എന്താ അറിയോ? ഏറ്റവും നല്ല ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയോ, ഭാരതത്തിൽ വലിയൊരു ഡോക്ടർ DM ഹെഗ്ഡെ, അദ്ദേഹം മണിപ്പാൽ ഹോസ്പിറ്റലിൽ കാർഡിയോളജി സർജനായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അറിയില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം എഴുതി വെച്ചൊരു പുസ്തകം എന്താ അറിയോ? കാർഡിയോളജി ഡോക്ടറെ, അദ്ദേഹം പ്രിൻസിപ്പളായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഇത് എഴുതി, സത്യസന്ധനായ ഡോക്ടറാണ്. അത് എഴുതി മെഡിസിൻ ഈസ് ഡിസീസ് എന്നാണ്. കഴിക്കുന്ന മരുന്നാണ് ഏറ്റവും വലിയ രോഗം എന്നാണ്. കാരണം ഒരിക്കൽ മരുന്ന് കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ജന്മം പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പം അത് വരാതിരിക്കാനല്ലേ നോക്കേണ്ടത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൂർവികർ അതാ പറഞ്ഞത്. എന്ത്? പ്രതിരോധമുണ്ടാവണം. എന്തുണ്ടാവണം? പ്രതിരോധം വർദ്ധിപ്പിക്കണം. അതല്ലേ പറഞ്ഞത്? ആണോ അല്ലയോ? അപ്പം ഈ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ രാവിലെ എവിടെ പോകണം? ക്ഷേത്രങ്ങളിൽ. ഇന്നിപ്പം മെഡിക്കൽ ഡോക്ടർമാരെന്താ പറയണത് അറിയോ? ഏറ്റവും നല്ല മരുന്ന് മോർണിംഗ് വാക്കാണെന്നാണ്. ആണോ? രാവിലെ എണീറ്റ് നടക്കാനല്ലേ പറയുന്നത് പേഷ്യന്റിനോട്? ആണോ? അപ്പൊ ഇത് നമുക്ക് അമ്പലത്തിൽ പോയി നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പൊ രാവിലെ തന്നെ അത് ശീലിക്കണം. ഇനി രണ്ടാമത്തതാണ് അടുത്ത കാര്യം. ഒന്ന് ശരീരത്തിന്റെ രോഗമാണ്. രണ്ടാമത്തത് ഏതാണ്? മനസ്സിനുള്ള പ്രശ്നമാണ്. മനസ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിവില്ല എന്നൊരു തോന്നൽ. ഇപ്പൊ നോക്കൂ, എല്ലാവർക്കും ഒരുപോലെ മാത്സ് പഠിക്കാൻ പറ്റില്ല. ഉണ്ടോ? എല്ലാവർക്കും ജീവിതത്തിൽ അവർ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല ജീവിതം. ആണോ? മക്കൾ വിചാരിക്കുന്ന പോലെ ആവില്ല അച്ഛനും അമ്മയും. മക്കൾ വിചാരിക്കുമോ ഇതിനേക്കാൾ നല്ലൊരു അച്ഛനും അമ്മയും കിട്ടേണ്ടതായിരുന്നു. എവിടെ നിന്ന് കിട്ടി ഈ മനുഷ്യനെ ഞങ്ങൾക്ക്? അങ്ങനെ അച്ഛൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത മക്കളുണ്ടാവില്ലേ? സത്യം പറയണം, നുണ പറയരുത്. ഉണ്ടാവില്ലയോ? ഇനി അമ്മയുടെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത മക്കളുണ്ടാവില്ലേ? കിട്ടി ഈ സാധനത്തിന് പറയില്ല. ഉണ്ടോ ഇല്ലയോ? ഈ ലവ് ജിഹാദിലൊക്കെ പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, ആ അമ്മ പോയി വിളിച്ചിട്ട് പോലും തിരിച്ചു പോയില്ല. നിങ്ങളൊക്കെ കാഫീറുകളാണെന്നാണ്. പാവം മുലയൂട്ടി വളർത്തിയ കുട്ടി അമ്മയാണ് അവിടെ പറയണത്. അപ്പം ആ അമ്മയെപ്പോലും അവർക്ക് തിരസ്കരിക്കാൻ തോന്നുമെങ്കിൽ മനസ്സിൽ അത്രമാത്രം വിഷം മറ്റുള്ളവർ കുത്തിവെച്ചിട്ടില്ലേ? പറയൂ. അപ്പം മനസ്സെപ്പോൾ വേണമെങ്കിലും മാറാം, എപ്പോൾ വേണമെങ്കിലും മനസ്സിന് മാറ്റം വരാം. അപ്പം മനസ്സിനൊരു മനോബലമുണ്ടെങ്കിലേ തെറ്റും ശരിയും ഉറക്കെ പറയൂ തിരിച്ചറിയാനും, ഞാൻ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനല്ല, അസൂയപ്പെടുന്നതിനല്ല, ഞാൻ എൻ്റെ കഴിവുകളും ശക്തിയും ഉയർത്തണം. എനിക്ക് എൻ്റെതായ ഒരു പാതയുണ്ട്. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു വ്യത്യസ്തമായ തംപ്രിന്റ് നമുക്കുണ്ടെങ്കിൽ, വ്യത്യസ്തമായ ശബ്ദം നമുക്കുണ്ടെങ്കിൽ, വ്യത്യസ്തമായ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഒരു വ്യത്യസ്ത പാത നമുക്കുണ്ടാകുമോ ഇല്ലയോ? ഉറക്കെ പറയൂ നിങ്ങൾ. ആ പാത നമുക്ക് കണ്ടെത്താൻ പറ്റണം. ഭാരതം അങ്ങനെയുള്ളൊരു സംസ്കൃതിയാണ്. ഇവിടെ ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടാക്കിയതാണ്. ഭാരതത്തിൻ്റെ